പിന്നെ അദ്ദേഹം പറയുന്ന അവസാനം ഒരു മസല എന്ന് പറയാണ് വഖാല മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു മുത്തഫഖുൻ അലൈഹി. ആരുടെയെങ്കിലൊക്കെ നോമ്പ് അവന് നഷ്ടപ്പെട്ടു, മൻ മാത വഅലൈഹി സിയാം, ആരെങ്കിലൊക്കെ നോമ്പ് ബാക്കിയായിട്ട് അവൻ മരണപ്പെട്ടു, സാമ അൻഹു വലിയുഹു, അവന്റെ വലിയായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, ആ നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ അത് ഏത് നോമ്പാണ് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഇത് നെദർ മാത്രമാണ്, അഥവാ ഒരാൾ നേർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ, നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായൊരു നോമ്പ് ഒരാൾ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർബന്ധമായി തീരും. ഈ തിങ്കളാഴ്ച ഞാനൊരു നോമ്പ് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച നോമ്പ് ബാക്കി എല്ലാവർക്കും സുന്നത്താണ്, ഇയാൾക്കത് നിർബന്ധമായി. അല്ലെങ്കിൽ ഞാനൊരു 10 നോമ്പ് നേർച്ചയാക്കി, ഈ വരുന്ന ഷവ്വാൽ ഞാൻ 10 നോമ്പ് നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് ഷവ്വാൽ 10 നോമ്പ് എടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു ദിവസമൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു 10 നോമ്പ് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർബന്ധമാണ്. നേർച്ചയുടെ ഹുക്മ് അത് പ്രോത്സാഹനീയമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, ഏറ്റവും കുറഞ്ഞത് കറാഹത്താണ്, ഏറ്റവും കുറഞ്ഞത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള നേർച്ചയുടെ നോമ്പ് മാത്രമാണ് ബാധകം, അങ്ങനെ നേർച്ച ബാക്കിയുള്ളവർക്ക് മാത്രമാണ് അത് അതിന്റെ അവന്റെ രക്ഷാധികാരികൾ നോമ്പ് നോറ്റു വിട്ടേണ്ടതുള്ളൂ എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു അല്ല, മുഴുവൻ നിർബന്ധമായ നോമ്പും അതിൽ റമളാനിലെ നോമ്പും ഉൾപ്പെട്ടു. അയാൾ റമളാനിലെ നോമ്പ് ബാക്കി വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ആരാണോ ഉള്ളത് അവരയാളുടെ നോമ്പ് നോറ്റു വിട്ടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ പിന്നീട് വേറൊരു തഫ്സീൽ പറയുന്നുണ്ട്. ഒരാൾക്ക് റമളാനിൽ ഒരു രോഗമുണ്ടായി, നോമ്പ് ഒഴിവായിപ്പോയി, ഒരു അവസാനത്തെ ആഴ്ച ആയപ്പോൾ ഒരാൾക്ക് ഒരു രോഗമുണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായൊരു വ്യക്തിക്ക് പിന്നീട് അയാൾ മരിക്കുന്നത് വരെ ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അയാൾ മരിക്കുക. അത്രയും സമയത്ത് ഇയാൾ ഈ രോഗത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് നോമ്പ് നോറ്റു വിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല, കാരണം അയാൾ രോഗിയായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അളവ് നൽകിയിട്ടുണ്ട് ആ റമളാനിൽ ഒഴിവാക്കാൻ. പിന്നീട് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണ് പറഞ്ഞത്, മറ്റൊരു ദിവസം നോമ്പെടുക്കാനാണ്. അയാൾക്ക് അങ്ങനെ മറ്റൊരു നോമ്പെടുക്കാൻ പറ്റിയ ദിവസം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അയാൾ അതേപോലെ തന്നെ മരണപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് വേണ്ടി ആരും നോമ്പെടുക്കേണ്ടതില്ല, അയാൾക്ക് അത്രേ ഉള്ളൂ. അയാൾ എത്ര വരെയാണ് നോമ്പെടുത്തത് അത്രയേ ഉള്ളൂ അയാളുടെ ജീവിതത്തിൽ അവസാനം റമളാനായിട്ടും നോമ്പായിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. എന്നാൽ അതല്ല, ചിലരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഒരു രോഗം കാരണത്താൽ, യാത്ര കാരണത്താൽ നോമ്പ് ഒഴിവാക്കി. പിന്നീട് അയാൾ അടുത്ത റമളാന്റെ മുമ്പിൽ എപ്പോൾ നോമ്പെടുക്കാൻ കുറ്റമൊന്നുമില്ല. ഷാബാൻ വരെ വൈകിപ്പിച്ചാൽ ഒരാൾക്കൊരു കുറ്റം ഒരാൾക്കും ഇല്ല. നിർബന്ധപൂർവ്വം തന്നെ ഒരാൾ ഷാബാൻ വരെ വൈകിപ്പിച്ചാലും കുറ്റമൊന്നുമില്ല. അങ്ങനെ ഒരാൾ വൈകിപ്പിച്ചതാണ്, ഷാബാനിൽ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് ബാക്കിയുണ്ട്, അവർക്ക് രോഗമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നോമ്പ് ബാക്കിയുണ്ട്. അത്തരക്കാരുടെ നോമ്പാണ് വലിയകളായിട്ട് ആളുകൾ എടുക്കേണ്ടത്. പക്ഷേ അവർക്ക് മുസ്തഹബാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്, നിർബന്ധമില്ല, വാജിബല്ല, മുസ്തഹബാണ്. അവരെടുത്തു കൊടുക്കുകയാണ് എങ്കിൽ അത് വളരെ പുണ്യകരമായ കാര്യമാണ് എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്.